ഇന്നത്തെ എൻ്റെ റോള് ഡിറ്റക്റ്റീവ് ആണ്. നമുക്കിന്ന് എത്ര വരെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ആകെ 2 ഇമ്പോസ്റ്ററുള്ളൂ. ഞാനാ കുറച്ച് ലാഗ് അടിച്ചിട്ട് നേരെ അഡ്മിനിലോട്ട് കയറുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഞാനെന്നെ ചെറിയ സംശയം. ഞാൻ ടാസ്ക് ഒക്കെ ചെയ്ത് പിങ്കിൻ്റെ അടുത്ത് നിൽക്കാൻ നേരത്ത് പെട്ടെന്ന് പർപ്പിൾ വന്നു. ഞാൻ പർപ്പിൾ പിങ്കിനെ കൊല്ലുമെന്ന് വിചാരിച്ചു. പർപ്പിളിനെ ചെറിയൊരു സംശയമുണ്ട്. അപ്പം തന്നെ യെല്ലോ മരിച്ചായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഞാനെന്നെ എനിക്ക് ചെറിയൊരു ശ്വാസമുണ്ട്. പക്ഷേ അത് എല്ലാവരും സ്കിപ്പ് അടിച്ച് തന്നെ വിട്ടു. ആരും പുറത്തായില്ല. ഇപ്പോഴും 2 ഇമ്പോസ്റ്റർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ ടാസ്ക് ഒക്കെ ചെയ്ത് തീർത്തുകൊണ്ടിരുന്നിട്ട് നേരെ ഇലക്ട്രിക്കിലോട്ട് വിട്ടു. അവിടെ ചെന്ന് നേരെ കാണുന്നത് ഞാനാണ് എൻ്റെ കുപ്പി വെച്ച് തന്നെ റോസ് കൊല്ലുന്നതാണ്. അപ്പം തന്നെ ഞാൻ പിങ്ക് എന്ന് പറഞ്ഞു. പർപ്പിൾ ബോഡി എവിടെയെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് പർപ്പിളിനെ സംശയം തോന്നി. പർപ്പിളും ബോഡി കണ്ടയാണ്. ഇപ്പോൾ 2ാമത്തെ ഇമ്പോസ്റ്റർ പർപ്പിളാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. അപ്പോഴും ആരും പുറത്തു പോയിട്ടില്ല. സ്റ്റിൽ 2 ഇമ്പോസ്റ്റേഴ്സ് ഇപ്പോഴും ഞങ്ങളുടെ ഇടയിലുണ്ട്. ഞാൻ അപ്പം O2-ൽ ചെന്നപ്പോൾ പിങ്ക് സബോട്ടാജിൻ്റെ ടാസ്ക് തീർക്കുന്നുണ്ട്. ഇത്രയും താമസം എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് SS അല്ല, ഇത് പിങ്ക് തന്നെയാണ് ഇമ്പോസ്റ്റർ. പിങ്കിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കണ്ടിട്ടും പിങ്ക് നാവിഗേഷനിൽ വെച്ച് അടുത്താളെ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കൊന്നു. ഞാൻ അപ്പം തന്നെ ബോർഡ് റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് നേരെ ഞാൻ എല്ലാവരോടും പറഞ്ഞ് പിങ്ക് ആണ് ഇമ്പോസ്റ്റർ. പക്ഷേ ആരും ഞാൻ പറയുന്നത് കേട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നതിന് പകരം പർപ്പിൾ പറയുന്നത് കേട്ടിട്ട് ഗ്രേനെ വോട്ട് ചെയ്ത് പുറത്തായി. അങ്ങനെ കളി ഞങ്ങൾ തോക്കുകയും ചെയ്തു. പക്ഷെ ഇതിൻ്റെ അകത്ത് ഞാൻ സംശയിച്ചതുപോലെ അവനൊരു ഇമ്പോസ്റ്റർ അല്ലായിരുന്നു, അവനൊരു ക്രൂമേറ്റ് ആയിരുന്നു. അവൻ കാരണം ഈ കളി തോറ്റ്. അവൻ മാത്രമല്ല, ഞാൻ പറയുന്നത് ആരും കേട്ടില്ല. അങ്ങനെ ബ്രൗണും പിങ്കും കളി ജയിച്ചു.